കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പൈസ പോലും മേടിച്ചില്ല. കിട്ടിയില്ല പോലീസിനെ എടുത്ത്. നല്ല ഇവിടെ വരെ എത്ര പൈസ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ബനിഹാൽ എത്തിയിട്ടുണ്ട്. ബനിഹാലിൽ അടിപൊളി കേട്ടോ. കിട്ടില്ല വ്യൂ കിട്ടില്ല. ഇതുണ്ടോ അടിപൊളി സ്ഥലമാണ് ബനിഹാൽ. കുറേ താഴെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഓ, ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ട ഒരു ജമ്മു കാശ്മീരൊക്കെ കാണാൻ തുടങ്ങിയത്. കണ്ട കിടിലം വൈബല്ലേ. നമ്മുടെ കൊടി പാറി പറക്കുന്നു. അടിപൊളി അല്ലേ. ഇത് കൊള്ളാം. ഇത്ര നേരം പൊടിയും കാര്യങ്ങളായിരുന്നു. ഒന്നും പറയാനില്ല. റോഡ് പണിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. നോക്കാം ഇനി എങ്ങനെയാണ്. ഇനിയിപ്പോൾ ശ്രീനഗറിലേക്ക് പോകുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. ബനിഹാൽ ഇവിടെ കുറച്ച് ഓണായിട്ടുള്ള സ്ഥലം കേട്ടോ. കുറച്ച് തണുപ്പും വന്നു തുടങ്ങി. അതേണ്ട അടിപൊളി. ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് ടിക്കറ്റ് എടുത്തു. 20 രൂപ. അത് ഈ ബ്രോയെ കൊടുത്തു. ഞാൻ പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ. എനിക്കിവിടെ ഗൂഗിൾ പേ ഉള്ളു എൻ്റെ കയ്യിൽ. പൈസയായിട്ട് കയ്യിലില്ല. അപ്പോൾ പുള്ളി തന്നെ അത് കൊടുത്തു. ഞാൻ എത്ര പറഞ്ഞ പുള്ളി മേടിക്കുന്നില്ല. നോക്കാം. റെയിൽവേ സ്റ്റേഷൻ അടിപൊളി കേട്ടോ. പത്ത് മിനിറ്റുള്ളിൽ ട്രെയിൻ വരുമെന്ന് പറഞ്ഞു. അത് ഈ കടക്കുന്ന ട്രെയിനാണോന്നും അറിയില്ല. വാ ഓഹ്, അത് നോക്കി. പക്ഷെ എൻ്റെ മോനെ ഇവിടുന്ന് 1.5 മണിക്കൂറാണ് കാണിക്കുന്നത് ശ്രീനഗറിലേക്ക്. ബനിഹാൽ ടു ശ്രീനഗർ. ഞാൻ ഇതിൻ്റെ ഇവിടെ വരെ എത്ര പൈസയായെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊന്ന് ട്രെയിനിൽ കയറട്ടെ. നമ്മുടെ ട്രെയിനിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഷിംലയിലേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ കയറി. ഇത് ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി 1.5 മണിക്കൂർ കൂടെ. എന്ത് അടിപൊളി അറിയും. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പൊക്കെ ആയി. ആ വീടൊക്കെ നോക്കി. ഇപ്പോൾ ഒരുത്തൻ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തുപ്പി. കിട്ടിയില്ല പോലീസിനെ എടുത്ത്. നല്ല രീതി കിട്ടി. അങ്ങനെ വേണം. കാരണം ഇതുണ്ടോ എന്ത് നന്നല്ലാതെ വൃത്തിക്ക് നോക്കുന്ന സ്ഥലമാണെന്നറിയോ. ആ സ്ഥലത്ത് അവൻ പോയിട്ട് തുപ്പിയിടുന്നു. ചെള്ള നോക്കി കൊടുക്കണം. എൻ്റെ വേറെ ഏതോ രാജ്യത്ത് എത്തിയോലുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ നോക്കി. എന്താണ് ഇവിടുത്തെ വ്യൂ എല്ലാം. എങ്ങോട്ട് നോക്കിയാലും അടിപൊളി. പൊളി പൊളി. എന്നിട്ട് അവിടെ കുതിരയൊക്കെ ഉണ്ട്. കുതിര. ശ്രീനഗറിൽ നിന്ന് ബസ് പിടിച്ച് ഞാൻ ദാൽ ലേക്കിലേക്ക് പോവാണ്. ഹലോ ഗൈസ്, അങ്ങനെ
ഒരു വലിയ കഥ പറയാനുണ്ട്. ഇവിടെ KSRTC ഇലക്ട്രിക് ബസ് വരെ എനിക്ക് വേണ്ടി ഓടി. ഇവിടെ ഫുള്ള് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആൾക്കാർക്ക്. ഞാൻ വിചാരിച്ചത് ഇവന്മാർ നമ്മളെ പണിയാവുമോ എന്തെങ്കിലും. നമുക്ക് എന്തായാലും പേടിയുണ്ടല്ലോ, പുതിയതായിട്ടൊരു നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു അറിവും കൂടാതെ സഹായിക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നല്ല അവസാനം വരെ എന്നെ കൊണ്ടുവിട്ട ഒരു ബസ് എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ ടു വേറൊരു ഇവരുടെ സിറ്റിയിലേക്ക് ഫ്രീ ആയിട്ട് എന്നെ കൊണ്ടുവിട്ടു. കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു എന്നെ. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവിട്ട് എനിക്ക് വേണ്ടി ഓട്ടോ പിടിച്ചു തന്ന് ആ ഓട്ടോക്കാരൻ എന്നെ കയറ്റി 50 രൂപയ്ക്ക് പുള്ളി എന്നെ ഒരു സ്ഥലത്ത് വരെ എത്തിച്ച്. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ബ്രോ. ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര ഹെൽപ്പിങ്, ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാ. ഇപ്പോൾ റൂമിലെ ആളാണ്, റൂമിൻ്റെ ഓണറാണത്. ഇനിയിപ്പോൾ അവിടെ ചെല്ലണം, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയണം. എനിക്കൊരു യൂട്യൂബർ പറഞ്ഞു തന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ പറയാം. അവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒരു രക്ഷയില്ല ബ്രോ. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് 4 ദിവസമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. അപ്പം അവിടെ പോയി കുളിച്ച് ഒന്ന് ഫ്രഷപ്പ് ആവണം. എന്നിട്ട് വേണം എനിക്ക് തിരിച്ചിങ്ങോട്ട് വരണം. തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നോക്കട്ടെ എങ്ങനെയാ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഇല്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ട് റൂമിൽ ചിലപ്പം വൈഫൈ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. ബാക്കി കഥകളുണ്ട് ബ്രോ. ഇവിടെ എല്ലാവരും ഭയങ്കര സഹായം കേട്ടോ. ഒന്നും പറയാനില്ല ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചൊന്നും. എൻ്റെ മൊബൈലിൽ ചാർജും തീർന്നു. അങ്ങനെയാണ് അവരെ കണ്ടുപിട്ടിയത്, ബസ്സുകാരെ. അവർ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ഒരു ടൗണിൽ കൊണ്ടുവിട്ടു ബ്രോ. ഇലക്ട്രിക് ബസ്സാണ്, ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്. അവരെന്നോട് പൈസ പോലും മേടിച്ചില്ല. കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പൈസ പോലും മേടിച്ചില്ല. എന്നിട്ട് അവർ തന്നെ എന്നെ സഹായിച്ച് ഒരു ഓട്ടോ പിടിച്ച് തന്ന്. അവർ വില പേശി ഓട്ടോക്കാരനോട് പറഞ്ഞ് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടു. അപ്പോൾ അയാൾ 200 രൂപ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പം 2-3 വേറെ ഹിന്ദിക്കാർ വന്ന സമയത്ത് അയാൾ പറഞ്ഞ് എന്നാൽ കയറി 50 രൂപ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ കയറ്റി. എൻ്റെ കയ്യിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഓട്ടോക്കാരൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ച് ഇയാളെ, റൂമിൻ്റെ ഓണറിനെ. അപ്പം ഇവർ തമ്മിൽ സംസാരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവിട്ട് അയാളെ കാണിച്ചു തന്ന്. ഇപ്പം അയാളുടെ സ്കൂട്ടിയുടെ അടുത്ത് വരെ എന്നെ കൊണ്ടാക്കി. ഇനി ഇയാൾ എന്നെ കൊണ്ടുപോകണം റൂമിലോട്ട്. കൊള്ളാം ബ്രോ, ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ആരും ഇല്ലാതെ, നമുക്ക് ഭാഷ അറിയില്ല, സ്ഥലം അറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ട് നമ്മളെ ആൾക്കാരിങ്ങനെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ നല്ലവരുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം. ഇനിയിപ്പം റൂമിൽ ചെല്ലട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതുണ്ടോ, പുള്ളി പൈസ എടുക്കാൻ പോയിരിക്കുക ATM നിന്ന്. അപ്പോൾ പുള്ളി കൊണ്ട് നിർത്തിയ സ്ഥലമായത്. ഒരു വാട്ടർ ഷോ ഉണ്ട് ഇവിടെ. അടിപൊളി അല്ലേ. ഇവിടെ മറ്റേ ഇന്ത്യയുടെ കാര്യങ്ങളും കൊടിയും മറ്റേ ഇന്ത്യയുടെ കൊടി പോലെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഏത് ഭാഗമാണെന്നൊന്നും ഇതുവരെ പിടികിട്ടിയിട്ടില്ല ബ്രോ. കാരണം ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നാമത്തെ കാര്യം. നോക്കാം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇതാണ് നമ്മൾ 3 ദിവസം സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇതുണ്ടോ, ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും.